പ്രണയമണി തൂവൽ ഭാഗം 4. അമ്മയെ കാണഞ്ഞ് പ്രിയ പിന്നാമ്പുറത്തേക്ക് ചെന്നു. അലകുകല്ലിന് മേലെ ഫോണും വെച്ചെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു വാസന്തി. കയ്യിൽ ഫോണും ഉണ്ട്. അമ്മ എവിടെ ഇരിക്കുകയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കി. എന്ത് ഫോണും കൈപ്പിച്ചിരിക്കുന്ന ആരെങ്കിലും വിളിച്ചിരുന്നോ? ആ ബ്രോക്കർ സദാശിവം വിളിച്ചിരുന്നു. നല്ലൊരു കൂട്ടരുണ്ട്, ഞായറാഴ്ച പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പറയുക? വാസന്തി ആകാംക്ഷയോടെ അവളെ നോക്കി. അത് കേട്ടതും പ്രിയ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് നിന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്? പിന്നെ എന്തിനാ അമ്മ അയാളോട് എനിക്ക് ചെറുക്കൻ അന്വേഷിക്കാൻ പറഞ്ഞത്? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. കല്യാണം കഴിക്കാതെ പിന്നെ നിന്റെ ഭാവം എന്താ? ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഒറ്റച്ചാടിയെ കഴിയാന്നാ? അങ്ങനെ കഴിഞ്ഞാൽ എന്താ കുഴപ്പം? പ്രിയേ, വാസന്തി ശാസനയോട് വിളിച്ചു. ഈ സമയം രാഗിണിയും ഗോമതിയും നിമിഷയും ഗീതവും അവിടേക്ക് വന്നു. എന്താ ഇവിടെ പ്രശ്നം? ഗോമതി ചോദിച്ചു. ഇവിടെ തന്നെയാണ് എൻ്റെ പ്രശ്നം. ആ ബ്രോക്കർ എത്ര നല്ല ആലോചനകളായി കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? ഒന്നും ഇവക്ക് വേണ്ട. പറഞ്ഞ് ഞാൻ മടുത്തു. എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവക്കാരാ ഉള്ളത്? വാസന്തി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എല്ലാവരും അവളെ നോക്കി. അവൾ വിഷമത്തോടെ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. എന്താ പ്രിയ ഇത്? എന്നായാലും വേണ്ടതല്ലേ? പിന്നെന്താ? രാഗിണി ചോദിച്ചു. അവൾ മുഖമുയർത്തി അവരെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു ചുവന്നിരുന്നു. എന്നിട്ട് എന്തിനാ ചെറിയമ്മേ അറക്കം വെച്ച പോത്തിനെ പോലെ എനിക്ക് വേണ്ടി വെടിവീശുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. എല്ലാവർക്കും എല്ലാം അറിയുന്നതല്ലോ. എന്നെ വിട്ടേക്ക്. എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ട. അതും പറഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ദേഷ്യത്തോടെ നടന്നു. കണ്ടില്ലേ, ഇത് അവളുടെ സ്വഭാവം. ഞാൻ എന്ത് ചെയ്യാനാ? അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ആദ്യം കൂടി വരികയാണ്. ചേച്ചി ഇങ്ങനെ കരയാതെ, അവളോട് നമുക്ക് സംസാരിക്കാം. അവളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നതൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയല്ലേ. പെട്ടെന്നൊരു കല്യാണം അവൾക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഏട്ടനോട് പറയാം, അച്ഛനോട് അവളെ വിളിച്ച് സംസാരിക്കാൻ. മുത്തശ്ശൻ പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല. ചേച്ചി ധൈര്യമായിരിക്കെ, രാഗിണി പറഞ്ഞു. അത് കേട്ടപ്പോൾ വാസന്തിക്ക് അല്പം ആശ്വാസം തോന്നി. ഇതെല്ലാം മാറി നിന്ന് കേൾക്കുകയായിരുന്നു അഭിമന്യു. അവൻ വിഷാദത്തോടെ തിരിഞ്ഞു നടന്നു. ദീപക് ഇത് കണ്ടു. അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. പറമ്പിലൊക്കെ ആകെ മൂഡ് ഓഫായി നടക്കുകയായിരുന്നു അഭിമന്യു. അപ്പോൾ ദീപക് അവൻ്റെ അരികിലേക്ക് വന്നു. നിൽക്കടാ, നീ എന്താ നിലവതഴിച്ചിട്ട് കോഴി കണക്കെ നടക്കുന്നത്? എന്ത് പറ്റി? എന്ത് പ്രശ്നമുണ്ടോ? ദീപക് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. അതെ, പ്രിയ എന്താ വിവാഹത്തിന് സമ്മതിക്കാത്തെന്ന് നിനക്കറിയാമോ? അവൻ്റെ ചോദ്യം കേട്ട് അഭിമന്യു അമ്പരപ്പോടെ അവനെ നോക്കി. അതെങ്ങനെ എനിക്കറിയാം? എന്നാൽ എനിക്കറിയാം, അവൾ ആരെയോ പ്രണയിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത്. അഭിമന്യു ഞെട്ടലോടെ അവനെ നോക്കി. അത് നിനക്കെങ്ങനെ അറിയാം? അവനൊന്ന് ചിരിച്ചു. മുഖത്ത് നോക്കി മനസ്സ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അങ്ങനെ തോന്നി. മാത്രമല്ല, വേറെ എന്തൊരു പ്രശ്നം കൂടി അവൾ അലട്ടുന്നുണ്ട്. ഏതോ ഒരു ഓർമ്മ. അവളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടോ? ദീപക് ചോദിച്ചു. അഭിമന്യു ഒന്ന് പാടറി. അവളുടെ കാര്യമൊന്നും നീ എന്നോട് ചോദിക്കണ്ട. എനിക്കൊന്നും അറിയില്ല. ഞാൻ പോട്ടെ, എനിക്കൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. അതും പറഞ്ഞ് അവൻ വേഗം നടന്നു. ദീപക് സംശയത്തോടെ അവനെ നോക്കി. അവൻ പറഞ്ഞത് കള്ളമാണ്. അവളുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവൻ മനസ്സിലുറപ്പിച്ചു. കട്ടിലിൽ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു ഗോമതി. അപ്പോൾ ഹരി അവിടേക്ക് വന്നു. എന്താ ഗോമതി, നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? അയാളുടെ ചോദ്യം കേട്ട് ഗോമതി ചിന്തയിൽ നിന്നും ഞെട്ടിയുണർന്ന് അയാളെ നോക്കി. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നോർത്ത് പോയതാ. അവൾ ചുമ്മാ പറഞ്ഞു. വെറുതെ അല്ല, വേറെ എന്തോ ഉണ്ട് കാര്യമായിട്ട്. എന്താ അത്? എന്നോട് പറ. ഒന്നുമില്ല, നേരത്തെ വാസന്തി പ്രിയയുടെ വിവാഹക്കാരും പറഞ്ഞപ്പോൾ പ്രിയ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഈ ജന്മത്തിൽ കല്യാണം വേണ്ടെന്ന വാശിയില്ല അവൾ. എഴുതി കതർത്ത് വലിയ വിഷമമുണ്ട്. അത് കേട്ടതും ഹരിയുടെ മുഖം പാടി. ശ്രീധനക്കാരെ ഓർത്താണ് അവളിങ്ങനെ പറയുന്നതെന്ന് എന്നോർത്ത് എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം. ഞാനൊരു കാര്യം ചോദിക്കണ്ടേ? എന്താ? എൻ്റെ പേർക്ക് എഴുതി വെച്ച രാജേട്ടൻ്റെ ഷെയർ ഞാൻ പ്രിയയുടെ പേർക്ക് എഴുതി കൊടുക്കട്ടെ? അയാളുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഗോമതി പ്രതീക്ഷയോടെ ഒപ്പം അല്പം ആശങ്കയോടെയും അയാളെ നോക്കി. എനിക്കതിൽ എതിർപ്പൊന്നുമില്ല, പക്ഷേ അവരത് സ്വീകരിക്കാൻ തയ്യാറാകണ്ടേ? രാജേന്ദ്രനുള്ളപ്പോൾ തന്നെ ഞാനത് അവനോട് പലവട്ടം പറഞ്ഞതാ. പക്ഷേ
പക്ഷേ അവനതിന് തയ്യാറായില്ല. ഇപ്പോഴും ആ നിലപാടിൽ മാറ്റണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടത് ഗോമതിയുടെ മുഖം മ്ലാനമായി. നീ വിഷമിക്കാതെ, അവൾക്ക് നല്ലൊരു ആലോചന ശരിയാക്കട്ടെ, അപ്പം നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം അയാൾ പറഞ്ഞു. ഗോമതിക്ക് അല്പം ആശ്വാസമായി. അത് പറഞ്ഞപ്പോൾ ഓർത്തത്, മനുവിൻ്റെ കാര്യം നമ്മളിതുവരെ സംസാരിച്ചില്ലല്ലോ. അത് കേട്ടത് ഗോമതിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. ഇന്ന് വൈകുന്നേരം എല്ലാവരോടും ഇക്കാര്യം സംസാരിക്കണം. എന്തിനാ ഇനിയും വെറുതെ വൈകിപ്പിക്കുന്നത്? ഗോമതി ചെറുതായെന്ന് ചിരിച്ചു. ഹരിയും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടന്നു. സന്ധ്യാനേരം സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കാൻ പോയതായിരുന്നു പ്രിയ. ആ സമയം അതുവഴി പോവുകയായിരുന്നു അഭിമന്യു. വിളക്ക് വെച്ച് തിരിഞ്ഞു നടക്കുമ്പോഴാണ് അവൻ നടന്നു പോകുന്നത് കണ്ടത്. അവൾക്കൊരു ചെറിയ കുസൃതി തോന്നി. അയ്യോ, ഓടി വരണേ, പാമ്പ് പാമ്പ്, രക്ഷിക്കണേ! അവൾ ഉറക്കെ നിലവിളിച്ചു. അത് കേട്ടതും അഭിമന്യു അവിടേക്ക് ഓടി വന്നു. എവിടെ പാമ്പ്? അവൾ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ദാ അവിടെ, ആ മരത്തിന് പുറകിൽ, അവൾ പേടി ഭാവിച്ച് പറഞ്ഞു. അവൾ ഒരു വടിയും എടുത്ത് മരത്തിൻ്റെ നേരെ നടന്നു. ഈ സമയം പ്രിയ പിന്നോട്ട് വലിഞ്ഞ് പതുക്കെ ആ മരത്തിന് പുറകിലേക്ക് ചെന്നു. ഠോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുന്നിലേക്ക് ചാടി വീണത് ഭയന്ന് നിലവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് വീണു. അതുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. അയ്യേ, പേടിച്ചു പോയേ, അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് അവന് ദേഷ്യം വന്നു. ഓഹോ, അപ്പോൾ ഇതൊക്കെ നിൻ്റെ കളിയായിരുന്നല്ലേ, നിന്നെ ഞാൻ, അതും പറഞ്ഞ് അവൻ വടിയെടുത്ത് അവളുടെ നേരെ ചെന്നതും അവൾ ഓടി. വേണ്ടേ, നിൽക്കട്ടെ അവിടെ, നിന്നെ ഞാൻ ശരിയാക്കും, അവൻ പറഞ്ഞു. ഓടവേ ഒരു വള്ളിയിൽ കാല് തട്ടി പ്രിയ നിലത്തേക്ക് വീണു. ഒപ്പം അഭിമന്യു കാല് തെറ്റി അവളുടെ മുകളിലേക്ക് വീണു. വീഴ്ചയും അവരുടെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടുമുട്ടിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി. അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ചൊരു തെളിച്ചം അവൾക്ക് അനുഭവപ്പെട്ടു. അവൻ പതിയെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് രണ്ട് ചുണ്ടുകൾ അടർത്തി മാറ്റി. ഇരുവരും പതിയെ എഴുന്നേറ്റു. പ്രിയ അവനെ നോക്കാൻ മടിച്ച് മുഖം തിരിച്ചു നിന്നു. അവളുടെ മുഖം ലജ്ജയിൽ കുതിർന്നു. അവനും എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ഇരുട്ട് വീണ തുടങ്ങി. ഇനി ഇവിടെ നിൽക്കണ്ട, വാ. അവൻ അവളുടെ കയ്യും പിടിച്ച് നടന്നു. വരാന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കണ്ടു, ഹാൾമുറിയിൽ എല്ലാവരും ഇരിപ്പുണ്ട്. എന്തോ കാര്യമായ ചർച്ചയ്ക്കുള്ള ഒരുക്കമാണെന്ന് ഇരുവർക്കും മനസ്സിലായി. രണ്ടുപേരും അകത്തേക്ക് കയറി ചെന്നു. എല്ലാവരും അവരെ നോക്കി. എല്ലാവരും എത്തിയല്ലോ, എന്താ ഹരിക്ക് പറയാനുള്ളത്? മോഹൻ ചോദിച്ചു. ഹരി എഴുന്നേറ്റ് എല്ലാവരെയും നോക്കും. എല്ലാവരുടെയും സമ്മതം വേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് എല്ലാവരും വിളിപ്പിച്ചത്. എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, മനുവിൻ്റെ വിവാഹക്കാര്യമാണ്. അത് കേട്ടതും എല്ലാവരും അവനെ നോക്കി. അവനുമൊന്നും വല്ലാതെ. പ്രിയ അത്ഭുതത്തോടെ അവനെ നോക്കി. അവൻ മുഖം കുനിച്ച് നിന്നു. മനുവിൻ്റെ കല്യാണോ? അതെ, അത് ഇനിയും വെച്ച് താമസിപ്പിക്കണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറ്റിയാൽ ഈ വെക്കേഷനിൽ തന്നെ വിവാഹം നടത്തണമെന്നാണ് കരുതുന്നത്. അതിന് ഇത്ര പെട്ടെന്നൊരു പെണ്ണ് വേണ്ടേ? പെണ്ണിനെയൊക്കെ അവൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും അറിയാവുന്ന കുട്ടിയാണ്. എല്ലാവരും അമ്പരപ്പോടെ അവനെ നോക്കി. ഏതാ പെൺകുട്ടി? വേറെ ആരുമില്ല, എൻ്റെ സുഹൃത്ത് രാമകൃഷ്ണൻ്റെ മകൾ തന്നെ, നീലിമ. കുറച്ചു കാലമായിട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാണത്രേ, ഹരി പറഞ്ഞു. അത് കേട്ടതും തലക്കകത്ത് ഒരു സ്ഫോടനം നടന്നതുപോലെ പ്രിയ ഞെട്ടലോടെ അവനെ നോക്കി. ആ നോട്ടം കണ്ട് അവനൊന്നും വല്ലാതെ. അവളെ നോട്ടം താങ്ങാനാവാതെ അവൻ മുഖം തിരിച്ചു. മറ്റുള്ളവരും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പരസ്പരം നോക്കി. മോഹനചന്ദ്രൻ മനുവിനെ നോക്കി. നേരാണ് മോനെ കേട്ടത്? അത് മുത്തച്ഛ, എനിക്ക് നീലിമയെ. അവനൊന്ന് നിർത്തി പ്രിയയെ നോക്കി. അവൾ നിലത്തെവിടെയോ ദൃഷ്ടിയൊന്ന് നിൽക്കുകയാണ്. ഇഷ്ടമാണ്. മുത്തച്ഛൻ ഒരു നിമിഷം മൗനമായി. അവനെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ, അയാൾ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അതിനു മുമ്പ് ഗോമതി ഒരു ആഗ്രഹം പറഞ്ഞു. ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് വേണം മനുവിൻ്റെ വിവാഹം നടത്തണമെന്ന്. കേട്ടപ്പോൾ എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി. നമ്മളെ ബന്ധുക്കളൊക്കെ ഇവിടെയല്ലേ ഉള്ളത്. ഇവിടെ കാര്യം സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷം രാമകൃഷ്ണനും മകളും ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നടത്താമെന്ന് കരുതി. മോഹൻ എന്തോ ആലോചിച്ചുകൊണ്ട് തല കുലുക്കി. എന്നാൽ നീ അവരോട് വരാൻ പറ. ഇരുവരുടെയും ജാതകപ്പൊരുത്തം നോക്കിയ ശേഷം നിശ്ചയം നടത്താം, മോഹനം പറഞ്ഞു. അത് കേട്ടതും ഹരിക്ക് സന്തോഷമായി. ശരി അച്ഛാ, ഇനി ആർക്കും ഒന്നും പറയാനില്ലല്ലോ, ഞാനൊന്ന് കിടക്കട്ടെ, മോഹനം പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങാൻ മുത്തച്ഛ, പിന്നെ വരാം, പ്രിയ പറഞ്ഞു. ഇപ്പോഴോ? അത്താഴം കഴിച്ചിട്ട് പോവാടി. അത്താഴം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രാഗിണി ചോദിച്ചു. അത് ശരിയാവില്ല, നാളെ എനിക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അമ്മേ വാ പോവാം. ആരെയും നോക്കാതെ മുഖം കുനിച്ചുകൊണ്ട് അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. വാസന്തി എല്ലാവരെയും നോക്കിയ ശേഷം അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. അഭിമന്യു വിഷാദത്തോടെ മുറിയിലേക്ക് നടന്നു.
മുറിയിലെത്തിയതും കതക് ചാരി അവൻ നേരെ ജനാലക്കരികിലേക്ക് പോയി. അടച്ചിട്ട ജാലകങ്ങൾ തുറന്ന് അവൻ പുറത്തേക്ക് നോക്കി. പാടവരമ്പിന് അക്കരെയുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് അവൻ ആകാംക്ഷയോടെ നോക്കിയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം മുറ്റത്തേക്ക് രണ്ടുപേർ വരുന്നത് കണ്ടു. വരാന്തയിൽ കയറി പ്രിയ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് പൂട്ട് തുറക്കാൻ നോക്കി. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ആ ലൈറ്റ് ഇടുവെണ്ണേ, വാസന്തി വരാന്തയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. അവളത് കേൾക്കാതെ വീണ്ടും പൂട്ട് തുറക്കാൻ നോക്കി. വാസന്തി ചെന്ന് ലൈറ്റ് ഇട്ടു. വാതിൽ തുറന്ന് അകത്ത് കിടന്നത് പ്രിയ വേഗം തന്നെ മുറിയിലേക്ക് നടന്നു. അകത്ത് കയറി വാതിലടച്ച ശേഷം കട്ടിലിലേക്ക് അവൾ വീണു. തലയിണയിൽ മുഖമർത്തി അവൾ പൊട്ടിക്കരഞ്ഞു. ഹൃദയത്തിൽ അറിയാതെ മുളപൊട്ടിയൊരു മോഹം അത് മുളയിലെ തന്നെ വാടിക്കരിഞ്ഞിരിക്കുന്നു. ആഗ്രഹിക്കരുതെന്ന് പലതവണ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അതിനായാണ് എന്നും പരസ്പരം കാരണമുണ്ടാക്കി വഴക്കിട്ടതും. എന്നിട്ടും മനസ്സൊരിക്കലും കേട്ടിട്ടില്ല. എന്തിനായിരുന്നു വിലക്കിയിട്ടും വീണ്ടും വീണ്ടും അവനിലേക്ക് അടുക്കാൻ തോന്നിയത്? അതുകൊണ്ടല്ലേ ഇന്നിങ്ങനെ കിടന്ന വേദന തിന്നേണ്ടി വന്നത്. പെട്ടെന്ന് അവൾ കരച്ചു നേരത്തെ എഴുന്നേറ്റു. കണ്ണുകൾ തുറച്ച് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. അല്ലെങ്കിലും ഒരു പുരുഷനെ മോഹിക്കാനുള്ള എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത്? വന്ന എത്ര വിവാഹാലോചനകളാണ് വീട്ടിലെത്തും മുന്നേ മുടങ്ങിപ്പോയിരിക്കുന്നത്. ആളുകൾ മെനഞ്ഞ കഥകളിൽ തനിക്ക് നൽകിയ വേഷം അതാരെയും വെറുപ്പിക്കുന്നത് തന്നെയാണ്. വേണ്ട, വിട്ടേക്ക്. അവന് ചേർന്ന ഇണയെ അവൻ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അവരുടെ വിവാഹം ഭംഗിയായി നടക്കാൻ വേണ്ട കാര്യങ്ങളിൽ താനും പങ്കാളിയാക്കുക. അതാണ് ഇപ്പോൾ വേണ്ടത്. അവൾ കണ്ണുകൾ തുടച്ച് ശ്വാസമൊന്ന് വലിച്ചുവിട്ട ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. രവീന്ദ്രൻ മുറിയിലേക്ക് വരുമ്പോൾ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു രാഗിണി. എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തു പോയതാ. ഭർത്താവിൻ്റെ ചോദ്യം കേട്ട് അവൾ പറഞ്ഞു. അയാൾ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. അതെന്താ? അത് പ്രിയയുടെ വിവാഹം അവിടെ നടത്തണം. പെട്ടെന്ന് പറഞ്ഞത് കേട്ട് അയാളൊന്ന് അന്താളിച്ചു. ഇപ്പോൾ എന്താ നീ പെട്ടെന്ന് അങ്ങനെ പറയുന്നത്? അതൊക്കെ ഉണ്ട്. അവളുടെ വിവാഹം നടക്കാത്തതിൽ വാസന്തിയടുത്തേക്ക് നല്ല വിഷമമുണ്ട്. ഇന്ന് തന്നെ ഒരു സംഭവം ഉണ്ടായി. കാലത്തുണ്ടായ കാര്യങ്ങളൊക്കെ രാഗിണി ഭർത്താവിനോട് പറഞ്ഞു. അയാൾ ഗൗരവത്തോടെ എല്ലാം കേട്ടിരുന്നു. മനുവിൻ്റെ കല്യാണമായ സ്ഥിതിക്ക് അവളുടെ കാര്യം വച്ച് താമസിക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും അവൾ ഈ വീട്ടിലെ കുട്ടിയാണ്. അച്ഛനില്ലാത്ത അവളുടെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ്. അതുകൊണ്ട് അവൾക്ക് ചേർന്നൊരു പയ്യനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. മനുവിൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ അത് നടത്തുകയും വേണം. നീ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ അതിനാദ്യം അവളുടെ സമ്മതം വേണ്ടേ? ഒരു വിവാഹ ജീവിതത്തിന് മാനസികമായി അവൾ തയ്യാറാണോ എന്ന് അറിയില്ലല്ലോ. അവൾക്കൊരു കുഴപ്പമില്ല, ഒക്കെ നാട്ടുകാർ പറഞ്ഞാൽ ഉണ്ടാക്കുന്നതല്ലേ. ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്? ചേട്ടൻ അച്ഛനോട് പറ, അവളോട് സീരിയസ് ആയി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ. അച്ഛൻ പറഞ്ഞാൽ അവൾ കേൾക്കും. അയാളൊന്ന് ആലോചിച്ചു. ശരി, നാളെ രാവിലെ ആകട്ടെ. തൽക്കാലം നീ ലൈറ്റ് അണച്ചിക്ക്, അയാൾ പറഞ്ഞു. ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്നു മോഹൻ. ഒരു കപ്പിൽ ചായയുമായി രവീന്ദ്രനും ഉമ്മറത്തേക്ക് വന്നു. അപ്പോഴാണ് പടികടന്ന് തനിച്ച് വരുന്ന വാസന്തി കണ്ടത്. അവർ കിടന്ന് വാസന്തി പുഞ്ചിരിച്ചു. ഇന്നെന്താ എടുത്ത് തനിച്ച്? പ്രിയ എവിടെ? അവൾക്ക് വയ്യ, തലവേദന പനിയൊക്കെ ഉണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല, ഗുളിക ഉണ്ടായിരുന്നത് എടുത്ത് കഴിച്ചു. കുറച്ച് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് അവൾ പറഞ്ഞു. അവളെ തനിച്ച് നിർത്തി വരണമായിരുന്നോ? അവളവിടെ തനിച്ച് നിർത്തണമായിരുന്നോ? ഇവിടേക്ക് കൂട്ടായിരുന്നില്ലേ? ഇവിടെ ആകുമ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ? മോഹനം അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞതാ, കേൾക്കണ്ടേ? ഞാനിവിടെ കിടന്നോളാം, അമ്മ പോയിക്കോളൂ എന്ന് പറഞ്ഞു ഒരേ വാശി. എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് വെച്ചു. അവൾ വലുത് കഴിച്ചോ? കുറച്ച് ഉപ്മാവും ചായയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചക്കേക്കുള്ളത് അവൾ ഉണ്ടാക്കിക്കോളാമെന്നാണ് പറഞ്ഞത്. വയ്യാത്ത സമയത്ത് അതൊന്നും വേണ്ടി നമ്മളോട് പറഞ്ഞേക്ക്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇവിടുന്ന് കൊണ്ടുപോയി കൊടുത്താൽ പോരെ? അവളോട് മര്യാദയ്ക്ക് അടങ്ങി കിടക്കാൻ പറ, രവീന്ദ്ര പറഞ്ഞു. വാസന്തി ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ, അതും പറഞ്ഞ് വാസന്തി അകത്തേക്ക് നടന്നു. ജനവാതിലിലൂടെ അകത്തേക്ക് അരിച്ചിറങ്ങുന്ന വെട്ടത്തെ നോക്കി അഭിമന്യു കട്ടിലിൽ കിടന്നു. എന്തുകൊണ്ടും അവന് എഴുന്നേക്കാൻ തോന്നിയില്ല. രാത്രി എന്തോ സമാധാനമായി ഉറങ്ങാനും കഴിഞ്ഞില്ല. ഉറക്കത്തിലേക്ക് പഴുതി വീഴുമ്പോൾ ആരോ ഞരങ്ങുന്നതും മൂളുകയും ചെയ്യുന്നത് പോലെ തോന്നി. ഉറക്കം ഞെട്ടി എഴുന്നേറ്റു. പിന്നെ ഉറക്കവും വന്നില്ല. എന്തൊക്കെയോ ആലോചിച്ചിരിക്കവേ അവൻ പതിയെ തലചരിച്ച് നോക്കി. ക്ലോക്കിൽ മണി 8:30. അത് കണ്ടത് അവൻ ചാടി എഴുന്നേറ്റു. ഈശ്വര, ഇത്രയും സമയമായോ? വേഗം ചെന്ന് ഫ്രഷായ ശേഷം അവൻ വാതിൽ തുറന്നു. പുറത്ത് ചിരിച്ചുകൊണ്ട് ദീപക് നിൽക്കുന്നു. തൊലച്ചു, ഇന്ന് നീയാണല്ലോടാ എൻ്റെ കണി. ഇന്നത്തെ ദിവസം എന്താകുമോ എന്തോ, അവൻ പറഞ്ഞു. അത് കേട്ടതും ദീപകിന് മുഖത്തെ ചിരി പാഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ?
എൻ്റെ മുഖത്ത് എന്താ അത്രയ്ക്ക് മോശമാണോ? അത് കണ്ടറിയണം. അങ്ങനെ ആയിക്കോട്ടെ, നീ വേഗം വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉടനെ നമുക്ക് ഇറങ്ങണ്ടേ. എവിടേക്ക്? അത് ശരി, മറന്നോ? ഇന്നെനിക്ക് ഈ നാടകം കാട്ടിത്തരാമെന്ന് പറഞ്ഞതല്ലേ നീ? ഓ, ഞാനക്കാര്യം മറന്നു. നീ വാ. ഇരുവരും താഴേക്ക് നടന്നു. ഡൈനിങ് ഹാളിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇരുവരും തങ്ങളുടെ കസേരയിലിരുന്നു. അമ്മയും ചെറിയമ്മയും അമ്മായിയും കൂടി ഭക്ഷണം എടുത്ത് വയ്ക്കുകയാണ്. ഗീതവും നിമിയും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞു. അഭിമന്യ കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊന്നും പരതി. ആ കാന്താരി കാണുന്നില്ലല്ലോ, അവൻ മനസ്സിലോർത്ത്. ഏട്ടനിതാരെയാണ് നോക്കുന്നത്? അവന് കളി കണ്ട് നിമിഷം ചോദിച്ചു. അവനൊന്ന് ഞെട്ടി. ഏയ് ആരെയില്ല, ഞാൻ ഗോകുലിനെ. ഞാൻ എവിടെയുണ്ട് ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുൽ അവനരികിൽ വന്നിരുന്നു. വാസന്തിയും കോമതിയും രാഗിണിയും കൂടി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. അഭിമന്യ ഭക്ഷണം കഴിക്കുമ്പോഴും ആരെയോ തിരഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാവരും കഴിച്ച് എഴുന്നേറ്റിട്ടും മനുവിൻ്റെ പ്ലേറ്റിൽ ഇടിയപ്പവും കറിയും തീർന്നില്ല. അവനും മതിയാക്കി എഴുന്നേറ്റ്. മോനെന്താ മുഴുവനും കഴിക്കാതെ എഴുന്നേറ്റത്? വാസന്തി ചോദിച്ചു. മതി അമ്മായി, എന്തോ വിശപ്പില്ല. അവൻ കൈ കഴുകാനായി പോയി. വല്യമ്മേ, പ്രിയച്ചിക്ക് പനി നല്ലോണം ഉണ്ടോ? ഡോക്ടറെ കാണിച്ചില്ലേ? ഗീതു വാസന്തിയോട് ചോദിക്കുന്നത് കേട്ട് അവൻ ഒരു നിമിഷം നിന്നു. രാത്രി നല്ല പനിയുണ്ടായിരുന്നു, ഞരങ്ങളും മോളലും ഒക്കെ ആയിരുന്നു. ഒരു ഗുളിക ഉണ്ടായിരുന്നത് എടുത്തു കഴിച്ചത് പണി കുറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ടും അവനെന്തോ വല്ലായ്മ തോന്നി. ഡാ വാ പോകാം, ദീപക് അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്ത്? അവൻ പെട്ടെന്ന് ചോദിച്ചു. പുറത്ത് പോകാമെന്ന് നീ പറഞ്ഞതല്ലേ? ഓ അതോ, ഇപ്പോഴും ഞാൻ ഓർത്തത്. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണിയുണ്ട്, നമുക്ക് നാളെ പോകാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പണിയൊക്കെ നാളെ, ഇന്ന് പോകാമെന്ന് നീ പറഞ്ഞതല്ലേ? എനിക്ക് വയ്യടാ. അങ്ങനെയൊന്നുമില്ല, നീ വന്നേ. അതും പറഞ്ഞ് അവൻ അഭിയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അവർ ഇരുവരും കൂടി ആ നാട്ടിലൂടെ നടന്നു. പ്രിയയുടെ വീടിനടുത്ത് എത്തിയതും അവനൊന്ന് നിന്നു. എടാ, എനിക്കെന്തോ വല്ലാത്ത ദാഹം, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചാലോ? ദീപക് അമ്പരപ്പോടെ അവനെ നോക്കി. വെള്ളം കുടിക്കാനോ? അതിനിവിടെ കടയൊന്നും കാണുന്നില്ലല്ലോ. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ദാ ആ കാണുന്നത് അപ്പച്ചിയുടെ വീട്, നമുക്ക് അവിടെ പോയി വെള്ളം കുടിക്കാം. അതിന് അപ്പച്ചി അവിടെ ഇല്ലല്ലോ. അപ്പച്ചിയില്ല, പ്രിയ അവിടെ ഉണ്ടാകും. അത് കേട്ടത് ദീപക് അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. അതുകൊണ്ട് അവനൊന്ന് പരിങ്ങി. നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, നീ വാ, നമുക്ക് വെള്ളം കുടിക്കാം. അതും പറഞ്ഞ് അവൻ നടന്നു. വീട്ടുമുറ്റത്തെത്തിയതും ഇരുവരും നിന്ന് ചുറ്റും നോക്കി. മനോഹരമായ പൂക്കൾ കൊണ്ട് നിറഞ്ഞ അങ്കണം, കൂടിന് പുറത്ത് നിൽക്കുന്ന പ്രാവുകൾ, മനോഹരമായ കുഞ്ഞു വീട്. ഇരുവരുടെയും മുഖം തെളിഞ്ഞു. അവൻ വരാന്തയിൽ കയറി തൂക്കിയിട്ട മണിയടിച്ചു. കട്ടിലിൽ കമഴ്ന്നു കിടന്ന് പുസ്തകത്തെ തലവെച്ച് മയിൽപ്പീലിയിലൂടെ വിരലോടിക്കുകയായിരുന്നു പ്രിയ. അപ്പോഴാണ് മണിയടി ശബ്ദം കേട്ടത്. ഇതാരാ ഈ നേരത്ത്? അവൾ എഴുന്നേറ്റു. മുഖം കഴുകി മുടിയും വാരിക്കെട്ടി അവൾ ചെന്ന് വാതിൽ തുറന്നു. മനുവിനെ കണ്ടതും അവളുടെ നെഞ്ചൊന്ന് കാളി. പെട്ടെന്ന് അവൾ ഭാവം മാറ്റി മുഖത്ത് ഗൗരവം വരുത്തി. എന്താ? അത് ഞങ്ങളത് നടക്കാനിറങ്ങിയതാ, പെട്ടെന്ന് ദാഹിച്ചു, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഇവിടെ ഇരിക്കും, ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് ചെന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്നു. ഇതാ. അവൾ കൂജയിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് അവന് നേരെ നീട്ടി. മനു അത് വാങ്ങാൻ ഒരുങ്ങിയതും ദീപക് ഇടയ്ക്ക് കയറി. ഇനി എന്നാട്ടെ പെങ്ങളെ, വല്ലാത്ത ദാഹം. അതും പറഞ്ഞ് അവനത് വാങ്ങി മടമട വെള്ളം കുടിച്ച് ഏമ്പൊക്കവും വിട്ട് നിർവൃതിയോടെ രണ്ടാളെയും ഒന്ന് നോക്കി ഇളിച്ചു. ഓ ആശ്വാസമായി, നല്ല വെള്ളം, ദാ കുടിച്ചോടാ. അതും പറഞ്ഞ് അവൻ കൂജ മനുവിന് നേരെ നീട്ടി. അവയെ നോക്കി പല്ല് കടിച്ച് അവൻ അത് വാങ്ങി കുടിച്ചു. വൈദ്യവേ, പെങ്ങൾക്ക് പനിയാണെന്ന് അമ്മ പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സൂക്ഷിക്കണം, ഇപ്പോഴത്തെ പനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാ. ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല, മരുന്ന് കഴിച്ചപ്പോൾ പനി കുറഞ്ഞു. ഇന്ന് പത്രവിതരണത്തിന് പോയിട്ടുണ്ടാവില്ല അല്ലേ? ദീപക് അവളോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കണ്ട് മനുവിന് ദേഷ്യം വന്നു. ഡാ മതി മതി, വാ പോകാം. അവൻ പറഞ്ഞു. നീ എന്തിനിങ്ങനെ ധൃതി വയ്ക്കുന്നേ? കുറച്ച് സമയം ഇവിടെ ഇരിക്കടാ, നാളത്തെ വന്നതുകൊണ്ട് നല്ല ക്ഷീണം. അതും പറഞ്ഞ് അവൻ തിണ്ണയിൽ കയറിയിരുന്നു. നീ എന്തെങ്കിലും കഴിച്ചോ? നീ എന്തിനിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? വയ്യാത്തപ്പോഴെങ്കിലും നിനക്കും അപ്പച്ചിക്കും വീട്ടിൽ വന്ന് നിന്നുണ്ട്. രാത്രി മറ്റേ എന്തെങ്കിലും വന്നാൽ എന്താ ചെയ്യുക? അപ്പച്ചിക്കും വയസ്സായി വരികയല്ലേ? അവനല്പം ദേഷ്യത്തോട് പറഞ്ഞു. ഞങ്ങളുടെ കാര്യം നോക്കും ആരും ഓർത്ത് ആരും ടെൻഷനാവുകയൊന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്ന് വെച്ചാൽ നിൻ്റെ കാര്യത്തിൽ ഞങ്ങളാരും ഇടപെടാൻ പാടില്ലെന്നാണോ? അവൾ മൗനമായി. ചെറിയച്ച് നിനക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ അത് വേണ്ടെന്ന് പറഞ്ഞത്? വേണ്ടാത്തത് കൊണ്ട് തന്നെ. ഓ, നീ വലിയ അഭിമാനി. എടി, നിനക്ക് അവകാശപ്പെട്ടതാ ചെറിയച്ച് തരാമെന്ന് പറഞ്ഞത്. അത് അവരുടെ ഔദാര്യമായിട്ടൊന്നും കാണേണ്ട നീ. അവകാശമോ? ഏത് വകയിലുള്ള അവകാശമാണോ?
വർഷങ്ങൾക്ക് മുമ്പ് ഈ അവകാശങ്ങളൊക്കെ എഴുതി വാങ്ങി അച്ഛനെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോൾ ഈ ചിന്തയൊന്നും ഉണ്ടായില്ലല്ലോ. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയത് നിങ്ങളുടെ അച്ഛൻ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ എൻ്റെ അവകാശം പറഞ്ഞ് വന്നിരിക്കുകയാണോ? എനിക്കൊരു അവകാശവും വേണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ഈ സമയം അവന് ഫോൺ അടിച്ചു. അവനത് എടുത്തു നോക്കി. അമ്മയാണല്ലോ. അവൻ കോളെടുത്തു. ഹലോ ഹലോ മോനെ, നീ ഇത് എവിടെയാ? ഗോമതി അല്പം ആശങ്കയോട് ചോദിച്ചു. ഞാനിവിടെ അപ്പച്ചിയുടെ വീട്ടിലുള്ളത്, കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ. എന്താ അമ്മ? ഒന്നുമില്ല, വാസനയെടുത്ത് പെട്ടെന്ന് ബോധം കെട്ടി വീണു. ഞങ്ങൾ ഉടനെ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എന്ത്? അപ്പച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? അത് കേട്ടത് പ്രിയ ഒന്ന് ഞെട്ടി. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ഒന്നും പറഞ്ഞില്ല. നീ വേഗം പ്രിയയും കൂട്ടി ഇങ്ങോട്ട് വാ. ശരി അമ്മേ. അവൻ കോൾ കട്ട് ചെയ്തു. എന്താ എന്താ അമ്മ എൻ്റെ അമ്മയ്ക്ക് പറ്റിയത്? പ്രിയ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നീ പേടിക്കണ്ട, അപ്പച്ചിക്ക് ഒന്ന് ബോധം കിട്ടും. നീ പേടിക്കണ്ട, അപ്പച്ചി ഒന്ന് ബോധം കിട്ടി വീണു. അവരെല്ലാവരും കൂടി ആശുപത്രി കൊണ്ടുപോയിരിക്കുക. നിന്നെയും കൂട്ടി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വേഗം റെഡിയാവും, ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം, അവൻ പറഞ്ഞു. പ്രിയ പൊട്ടിക്കരഞ്ഞു. കരയാതെടി, അപ്പച്ചിക്ക് ഒന്നുമില്ല, ഞാനല്ലേ പറയുന്നത്. അവൻ അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ നടക്കാനൊരുങ്ങിയതും അവൾ ആ കൈ പിടിച്ചു. എനിക്ക് പേടിയൊന്നും വന്നിട്ട് എൻ്റെ അമ്മ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കൈ പിടിച്ചു. പേടിക്കണ്ട, ഞാൻ വേഗം വരാം, നീ റെഡിയായി നിന്ന്, അവൻ പറഞ്ഞു. ദീപക് ഇരുവരെയും നോക്കി. നടക്കാനൊരുങ്ങിയ മനുവിനെ അവൻ തടഞ്ഞു. പ്രിയ ഇവിടെ തനിച്ചല്ലേ, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാം, അതും പറഞ്ഞ് ദീപക് പുറത്തേക്ക് നടന്നു. മനുവിനെ ഒന്ന് നോക്കിയ ശേഷം അവൾ അകത്തേക്ക് കയറിപ്പോയി. തുടരും.